ബെനഡിക്റ്റിനുള്ള എഗ്ഗാണ്. ഇത് നമ്മൾ 63 ഡിഗ്രിയിൽ 48 മിനിറ്റ്സ് ഓവനകത്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് ഒരിക്കലും പൊട്ടത്തില്ല. പിന്നെ ഈ വെള്ളത്തിൽ നമ്മൾ 1 ലിറ്ററിന് 30 ml എന്നുള്ള രീതിയിലാണ് വിനീഗർ ഉപയോഗിക്കുന്നത്. വിനീഗർ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ എഗ്ഗ് ഒഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കൊയാക്കുലേറ്റ് ചെയ്ത് വരും. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം അതിൽ മോസ്റ്റ് ആയിട്ടും ഗസ്റ്റ് എടുക്കുന്ന ഒരു ഫുഡാണ് ഓംലെറ്റ്. അപ്പം ഓംലെറ്റ് കൂടാതെ കുറച്ചുകൂടെ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന എഗ് ഡിഷാണ് എഗ് ബെനഡിക്റ്റ്. ഫൈനലി നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ നോക്കുക നമ്മുടെ എഗ്ഗ്. ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് പ്രീ കുക്ക് ചെയ്തിട്ടുണ്ട് ഓവനകത്ത്. ഇതുണ്ടോ, അത് ഈ ഒരു സോഫ്റ്റ് ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് നേരെ ട്രാൻസ്ഫർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഈ എഗ് ഫ്ലോറന്റൈൻ, എഗ് റോയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രെഡിന്റെ മേളിൽ സാൽമൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എഗ് റോയൽ. ഇപ്പം സ്പിനാച്ച് ആണ് വെക്കുന്നതെങ്കിൽ എഗ് ഫ്ലോറന്റൈൻ. അങ്ങനെയാണ് അതിന്റെ ഇത് പോകുന്നത്. അപ്പം ഇത് നല്ല പോസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മൾ ആ പ്രീ കുക്ക് ചെയ്ത എഗ് ആയതുകൊണ്ടാണ് കറക്റ്റ് നമ്മുടെ ഒരു ഇത് കിട്ടിയത്, ടെക്സ്ചർ കിട്ടിയത്. അപ്പം ഇതില് എഗ് വെക്കുക. അതിനുശേഷം നമ്മുടെ ഹോളണ്ടൈസ് സോസ്. സോ ഹോളണ്ടൈസ് സോസ് എങ്ങനെയാണ് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ആകാതെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ഞങ്ങൾ ഉടനെ ചെയ്യുന്നുണ്ട്. അത് കണ്ടു നോക്കുക. അപ്പം ഇത് നമ്മുടെ സൈഫനാണ്. സൈഫൻ്റെ അകത്ത് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ട് കാറ്റ്നിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗോട്ട് ഒറിജിനലിന്റെ മേലിൽ കളറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ബ്രെഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് മഫിനാണ്. നമ്മളിത്